ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വെബ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. എന്താണ് വെബ് ഡെവലപ്മെൻറ്റ്, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എന്താണ്, വെബ് ഡെവലപ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതാണ്, വെബ് ഡെവലപ്മെൻറ്റിൻ്റെ കരിയർ പാത്ത് എന്താണ്, എൻ്റെ പ്രോസ്പെക്ട്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. സോ ഐ എം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്തത്, അതായത് വെബും ഡെവലപ്മെൻറ്റും എന്ന് പറയുന്നത് രണ്ട് വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. വെബ് എന്ന് പറയുന്നത് വെബ്സൈറ്റിൻ്റെയും വെബ് പേജിൻ്റെയും ഒക്കെ ഷോർട്ട് ഫോമാണ്. വെബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്നത് എന്നാണ് മീൻ ചെയ്യുന്നത്. വയൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഉണ്ടാക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ കൂടെ സഹായിക്കുന്ന വെബ്സൈറ്റിനോ വെബ് പേജിനോ ആപ്ലിക്കേഷൻസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അത് മീൻ ചെയ്യുന്നത്. ഒരു വെബ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റ് ഡിസൈൻ ഉൾപ്പെടെ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ഉൾപ്പെടും, വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടും, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് ഉൾപ്പെടും, വെബ്സൈറ്റ് പ്രോഗ്രാമിംഗ് ഉൾപ്പെടെ ഡിഫറെൻറ്റ് പാർട്ടായിട്ട് നമുക്ക് വെബ് ഡെവലപ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഒരു വെബ്സൈറ്റിനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ യൂസർ കാണുന്ന ഒരു ഭാഗമുണ്ട്, നമ്മൾ കാണാതെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ. അതായത് നമുക്ക് രണ്ട് തരത്തിലൊരു വെബ്സൈറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് എൻഡ് യൂസർ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഉദാഹരണം നമ്മളിപ്പം ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന യൂട്യൂബ് തന്നെ എടുക്കാം. യൂട്യൂബിൻ്റെ ഒരു ഹോം പേജ് youtube.com എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫ്രണ്ടിൽ സൈൻ ഇൻ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള കുറച്ച് വീഡിയോസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഇത്ര മാത്രമാണ് നമ്മൾ എന്താണ് കാണുന്നത്. സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു കോഡ് റൺ ചെയ്യുന്നുണ്ടല്ലേ. അതേപോലെ കാറ്റഗറീസ്, ഓരോ കാറ്റഗറീസ്, ഓൾ എന്ന് പറയുന്ന കാറ്റഗറി നമുക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറീസ് റൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തും എന്താ പറയുന്ന ഡിഫറെൻറ്റ് ഫംഗ്ഷനാലിറ്റീസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂസറിന് കാണാൻ പറ്റാത്ത ഭാഗം അതിനെയാണ് നമ്മൾ ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് സെർവർ സൈഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിൻ്റെ ബേസിക് ജോലി എന്ന് പറയുന്നത് ഒരു ഡിസൈനർ ചെയ്ത ഡിസൈനെ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് HTML CSS ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിലുള്ള ഏതെങ്കിലും ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്ക്, ആംഗുലറും റിയാക്റ്റും ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന ഫ്രണ്ട് എൻഡ് ലൈബ്രറീസ് എന്ന് പറയുന്നത്. സോ അതിൽ ഏതെങ്കിലുമുള്ള തറവ് നോളജ് ഉണ്ടായിരിക്കും നല്ലതാണ്. സോ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HTML CSS ജാവാസ്ക്രിപ്റ്റ് റിയാക്ട് 4 കാര്യങ്ങളും പഠിച്ചാൽ മതി. നിങ്ങൾക്ക് HTML CSS പഠിക്കാൻ ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞാൽ w3schools.com എന്ന് പറയുന്ന റിസോഴ്സാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളും ഭാവിയിൽ നമ്മുടെ ചാനലിൽ HTML CSSൻ്റെ വീഡിയോസ് ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പ്രോജക്റ്റിൻ്റെ സഹായത്തോടുകൂടി HTML CSS പഠിക്കണം, അല്ലെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ ഗൈഡൻസ് വേണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 9746211123 എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ബാക്ക് എൻഡിനെ കുറിച്ചാണ്. നമ്മളൊരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ യൂസർ കാണാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട് അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ youtube.com പേജ് എടുക്കുകയാണെങ്കിൽ അതിന് സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടണാണ്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കിൽ ഒരുപാട് കോഡ് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ കാറ്റഗറീസ് ആണെങ്കിൽ ആ കാറ്റഗറീസിൽ ഓരോ ഇതും എന്താ പറയുക, അതിൻ്റെ അകത്ത് ഓരോ ടൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും എന്താണ് അതിൻ്റെ അകത്ത് ബാക്ക് എൻഡ് ഓരോ ഫംഗ്ഷനാലിറ്റീസ് റൺ ചെയ്യുന്നുണ്ട്. സോ അതായത് നമ്മൾ യൂസർ കാണാത്ത ഒരു വശം എന്നാണ് youtube.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിനുണ്ട് അല്ലേ. അപ്പോൾ യൂസർ കാണാത്ത വശത്തിനാണ് നമ്മൾ ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ സെർവർ സൈഡ് എന്നും പറയാറുണ്ട്. ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഒരു വെബ് ആപ്ലിക്കേഷൻ കൃത്യമായ രീതിയിൽ സ്ട്രക്ചറിലാണോ ബിൽഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പെർഫോമൻസ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറിന് ബിസിനസ് ലോജിക്ക്, ഹോസ്റ്റിംഗ്, യൂസർ ഓതൻറ്റിക്കേഷൻ, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ്, ഡേറ്റാബേസ് ഇൻട്രാക്ഷൻ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. ബാക്ക് എൻഡ് ഡെവലപ്പർ ആവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള തറവ് നോളജ് മാൻഡേറ്ററി ആണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. PHPയോ ജാവയോ പൈതണോ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പൈതണാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ തന്നെ നമുക്കൊരു പൈതൻ്റെ കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് പൈതൺ പഠിക്കാവുന്നതാണ്. അതിൻ്റെ അകത്ത് ബേസിക് ടു അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് എല്ലാം പൈതൻ്റെ കൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സോ അത് നല്ലൊരു റിസോഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ python.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്താണ് പൈതൺ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് എന്തുകൊണ്ട് വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ കരിയർ മികച്ചതാണെന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. വെബ് ഡെവലപ്പർ എന്ന കരിയറിന് ഏറ്റവും മികച്ച ഗുണം എന്ന് ഞാൻ കണക്കാക്കുന്നത് അതിന് 2 കരിയർ ഓപ്ഷൻ എന്നുള്ളതാണ്. ഒന്നുകിൽ നമുക്ക് ഒരു 9 to 5 അല്ലെങ്കിൽ 9 to 6 റെഗുലർ ജോബിൽ നമുക്ക് പോയിട്ട് നമുക്ക് കരിയർ കെട്ടിപ്പടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് മെജോറിറ്റി ആൾക്കാരും കണ്ടുവരുന്നത് ഫ്രീലാൻസ് ആയിട്ടുള്ളൊരു കരിയർ കെട്ടിപ്പടുക്കുന്നതാണ്. ഫ്രീലാൻസ് ആയിട്ടൊരു കരിയർ കെട്ടിപ്പടുക്കുമ്പോൾ നമുക്ക് ടൈം ഫ്ലെക്സിബിലിറ്റി ഒരുപാട് കിട്ടും.
ബട്ട് അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. നമുക്ക് ഡെവലപ്മെൻറ്റ് മാത്രമല്ല, നമുക്കൊരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റും ക്ലയൻറ്റ് ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസറായിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ 1-2 വർഷം അല്ലെങ്കിൽ മാക്സിമം ഒരു 3-4 വർഷം ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയിലൂടെ കണക്ഷൻ കിട്ടും, ഒരു ഇൻഡസ്ട്രിയിൽ പ്രൊജക്റ്റ് റൺ ചെയ്യുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കും, കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾ അറിയാൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബേസിക്കായിട്ട് നല്ലതെന്ന് പറയുന്നത്. 2 തരത്തിലുള്ള കരിയർ ഓപ്ഷൻ ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും മികച്ച ഗുണം വെബ് ഡെവലപ്മെൻറ്റ്. രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് കരിയറിൻ്റെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. ഇപ്പോൾ ഉള്ള മികച്ച IT കമ്പനീസും 70% ഓഫ് ടൈം വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ആണ് കൊടുത്തു വരുന്നതായിട്ട് കണ്ടുവരുന്നത്. സോ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് നിരവധി അവൈലബിൾ ആയിരിക്കും ഈ പറയുന്ന ഒരു ഡെവലപ്മെൻറ്റ് കരിയറിൽ. രണ്ടാമതായിട്ടുള്ളതെന്ന് പറയുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ക്ലയൻസ് ഒന്നും മിക്കപ്പോഴും ഡെവലപ്ഡ് കൺട്രീസ്, അതായത് US-ഉം UK ഒക്കെ പോലെ ഡെവലപ്ഡ് കൺട്രീസിലുള്ള ക്ലയൻസ് ആയിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി നിന്ന് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ പല കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വേറെ മേഖലയിലുള്ളൊന്നും കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് കരിയർ ചൂസ് ചെയ്താലും ആ കരിയർ ഒരു 10 വർഷമോ 15 വർഷമെങ്കിലും നിലനിൽക്കുന്ന കരിയറാണ്. കാരണം നമുക്കിപ്പോൾ ലോകം ഏറ്റവും ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലും വെബ് ഡെവലപ്മെൻറ്റ് എന്ന കരിയർ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ദിനം പ്രതി വെബ്സൈറ്റ്സും മൊബൈൽ ആപ്സും ഇന്നിപ്പം ഒരു ബിസിനസ്സിനും ഓൺലൈൻ പ്രസൻസ് ഇല്ലാതെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെബ് ആപ്ലിക്കേഷൻസ് ഡിമാൻഡും കൂടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2022 മാത്രം ഫ്രഷേഴ്സിനായിട്ട് കേരളത്തിലുണ്ടായിരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് 88,000 എന്നാൽ ഓൾമോസ്റ്റ് 50% അബോവ് വേക്കൻസീസ് ഈ കമ്പനിയെല്ലാം ഫില്ലാവാതെ കിടന്നു, അല്ല അൺഫിൽഡായിട്ട് കിടന്നതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ സ്കിൽഡ് ആയിട്ട് ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെയുള്ള ജോബ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാം. 9746211123. ഞങ്ങളുടെ ടൈപ്പായുള്ള കമ്പനിയിൽ തന്നെ ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആണ്. അവരുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ്. ഇതല്ല, നിങ്ങൾക്ക് പുതുതായിട്ടൊന്നും അറിയത്തില്ല, നിങ്ങൾക്ക് പുതുതായിട്ട് ഈ മേഖലയിൽ കടന്നു വരണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അതിന് നമ്മൾ ഗൈഡൻസ് തരുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് നമ്മളെ 9746211123 നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഐ എം ഷാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.